നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് അറിയുമ്പോൾ ഞങ്ങൾക്കൊരു സന്തോഷം. അതിനാണ് ചോദിക്കുന്നത്. മൽക്കീസദേക്കിനെ കുറിച്ച് പറഞ്ഞാണ് നമ്മൾ നിർത്തിയത്, അല്ലേ? മൽക്കീസദേക്കിന് ദശാംശം കൊടുത്തത് ആരാണ്? അബ്രഹാം. എന്തിനാണ് ദശാംശം കൊടുത്തത്? എന്ത് കഴിഞ്ഞു വന്നപ്പോഴാണ് ദശാംശം കൊടുത്തത്? യുദ്ധം ജയിച്ച് രാജാക്കന്മാരെ വിജയിച്ചു വന്ന മൽക്കീസദേക്ക്, അബ്രഹാം മൽക്കീസദേക്ക് പുരോഹിതനായിരുന്ന മൽക്കീസദേക്കിന്, ശലേം രാജാവായിരുന്ന മൽക്കീസദേക്കിന് ദശാംശം നൽകുന്നത് കാണുവാൻ കഴിയുന്നുണ്ട്, അല്ലേ? ഹല്ലേലൂയ. അത് പറഞ്ഞാണ് നടത്തിയത്. അവന് വംശാവലിയില്ല, അവന് മാതാവില്ല, അവൻ പിതാവില്ല. അവൻ യേശു കർത്താവിന്റെ പൊരുളാണ്, നിഴലാണ്. യേശു കർത്താവ് പൊരുളാണ് എന്നൊക്കെ നാം ചിന്തിക്കുവാനായിട്ടിടയായി തീർന്നു. അവന് അപ്പവും വീഞ്ഞും കൊണ്ടുവന്നു എന്ന് നാം വായിച്ചാണ് നിർത്തിയത്. അവൻ ജയിച്ചു വരുന്നവന് വേണ്ടിയുള്ളതാണ് ഈ ശുശ്രൂഷ. അത് പറഞ്ഞാണ് നാം നിർത്തിയത്. ഹല്ലേലൂയ. പരാജയപ്പെട്ടവന് ലഭിക്കേണ്ട ശുശ്രൂഷയല്ലേ അത്. ഇത് ജയിച്ചു വരുന്നവൻ പ്രാപിക്കേണ്ട ശുശ്രൂഷയാണ്. ഹല്ലേലൂയ. ഏതെങ്കിലും മേഖലകളിൽ ഒരു മാസമായി ഹല്ലേലൂയ നാം തിരുമേശയിലേക്ക് കടന്നു വന്നിട്ട് ഈ ഒരു മാസത്തിനകത്ത് ജീവിതത്തിൽ പരാജയപ്പെട്ട അനുഭവം ഉണ്ടായിരിക്കാം, കർത്താവിൽ അകന്നുപോയ അനുഭവം ഉണ്ടായിരിക്കാം, സംസാരത്തിൽ, ചിന്തയിൽ, ഇടപെടലുകളിൽ, ഭാവങ്ങളിൽ ഒക്കെ അകന്നുപോയ അനുഭവം ഉണ്ടായിരിക്കാം, പാപ സ്വഭാവങ്ങളോ അതിന്റെ സ്വാധീനങ്ങളോ ഒക്കെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ടായിരിക്കാം. എന്നാൽ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഇന്ന് രാത്രി നമ്മെ തന്നെ ശോധന ചെയ്ത് ഒന്ന് ശുദ്ധീകരിച്ച് നമ്മെ തന്നെ വിധിച്ചാൽ ഹല്ലേലൂയ നാം ഇനി ഒരിക്കൽ വിധിക്കപ്പെടുകയില്ല എന്നോർത്തുകൊണ്ട് ഈ ശുശ്രൂഷയുടെ മുമ്പിൽ വിധിച്ച് ശോധന ചെയ്ത് ജയാളിയായി കൈനീട്ടണം. ഹല്ലേലൂയ. അങ്ങനെ ജയിക്കുന്നവർക്കാണ് ഹല്ലേലൂയ മൽക്കീസദേക്ക് ഹല്ലേലൂയ അപ്പവും വീഞ്ഞും കൊണ്ടുവന്നത് എന്ന് എഴുതിയിരിക്കുന്നു. ഹല്ലേലൂയ. തിരുവചന ഭാഗത്തിൽ ഹല്ലേലൂയ നാം പഠിക്കുമ്പോൾ പഴയ നിയമത്തിൽ ഹല്ലേലൂയ തിരുമേശ ശുശ്രൂഷയെ സംബന്ധിച്ച് അനേക നിഴലുകളും പൊരുളുകളും ഒക്കെ കാണുവാൻ കഴിയും. മറ്റു ചില നിഴലുകളിലൂടെ നമുക്ക് കാണാൻ കഴിയും. എല്ലാം ചിന്തിക്കുവാനുള്ള സമയം ഇതിനകത്ത് ഇല്ലാത്തത് കൊണ്ട് ഒരു ഭാഗത്തിലേക്ക് മാത്രം ഞാൻ തിരിഞ്ഞ് ശുശ്രൂഷയിലേക്ക് കടക്കുവാൻ താല്പര്യപ്പെടുന്നു. 1 ശമൂവേൽ പ്രവാചകന്റെ പുസ്തകം 1 ശമൂവേൽ 30-ാം അധ്യായത്തിന്റെ 11 മുതലുള്ള വാക്യങ്ങൾ. അവർ വയലിൽ വെച്ച് ഒരു മിസ്രൈമിനെ കണ്ടു, ദാവീദിന്റെ അടുക്കൽ കൊണ്ടുചെന്നു. ദാവീദിനെ യുദ്ധമൊക്കെ ജയിച്ചു വരികയാണ്, സിഖ്ലാഗൊക്കെ കീഴടക്കിക്കൊണ്ട് വരുമ്പോൾ ഹല്ലേലൂയ 11-ാമത്തെ വാക്യത്തിൽ കാണുന്നുണ്ട്, അവർ വയലിൽ വെച്ച് മിസ്രൈമിനെ കണ്ടു, അവനെ ദാവീദിന്റെ അടുക്കൽ കൊണ്ടുചെന്നു. അവൻ അപ്പം കൊടുത്തു, അവൻ തിന്നു, അവൻ കുടിപ്പാൻ വെള്ളവും കൊടുത്തു. വായിച്ചോട്ടെ. അവനെ കൊടുത്ത അപ്പം എന്താ? ഒന്ന് വായിച്ചു. അവർ അവന് ഒരു കഷണം അത്തിയട കൊടുത്തു. മിസ്രൈമിനാണ്, അവരുമായിട്ട് ബന്ധമില്ലാത്തവനാണ്. ഹല്ലേലൂയ. യുദ്ധം ജയിച്ച് കീഴടങ്ങി വന്നപ്പോൾ അവർ കണ്ട വഴിയരികിൽ കണ്ട മനുഷ്യനാണ്. അവന്റെ ഹിസ്റ്ററി ഒന്നും അറിയത്തില്ല, പക്ഷെ അവന്റെ ക്ഷീണം കണ്ടപ്പോൾ അവന് അപ്പവും വെള്ളവും കൊടുത്തു. എന്തൊക്കെയാണ് അവന് കൊടുത്തത്? ഒന്ന് വായിച്ചേ. ഒരു കഷണം അത്തി അടയും, 2 ഉണക്കമുന്തിരിക്കുലയും, അതായത് വീഞ്ഞ് എന്ന് നമുക്ക് പറയാം, ഉണക്കമുന്തിരിക്കുലയും കൊടുത്തു. അത് തിന്നപ്പോൾ, ആ പദമാണ് എത്ര നാം ശ്രദ്ധിക്കേണ്ടത്. അത് തിന്നപ്പോൾ അവന് ഉയിർവീണു. Praise the Lord. Hallelujah. ദാവീദ് കൊടുത്ത അത്തിയടയും ഉണക്കമുന്തിരിക്കുലയും കൊടുത്തപ്പോൾ മിസ്രൈമിനായ മനുഷ്യന് ഹല്ലേലൂയ ഉയിർവീണു എന്ന് എഴുതിയിരിക്കുന്നു. ഹല്ലേലൂയ. ഇത് പഴയ നിയമത്തിലെ തിരുമേശ ശുശ്രൂഷയുടെ ഒരു പൊരുളും കൂടാണ്. ഈ ശുശ്രൂഷ ജയിക്കുന്നവൻ എടുക്കേണ്ട ശുശ്രൂഷയാണ്. എന്നാൽ പരാജയപ്പെട്ടവൻ, തകർന്നു പോയവൻ, പാപസംബന്ധമായി പരാജയപ്പെട്ടവൻ, രോഗസംബന്ധമായി പരാജയപ്പെട്ടവൻ, ഹല്ലേലൂയ, ഇന്ന് ഇതിനകത്ത് കൈ നീട്ടപ്പോൾ നിന്റെ ക്ഷീണത്തെ മാറ്റി നിനക്കൊരു പുതിയ ഉയിര് തരുന്ന ശുശ്രൂഷയാണിത്. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. ഇന്നലകളിൽ പിശാചിനെ മേഖലകളിൽ തകർത്ത് കളഞ്ഞെങ്കിൽ, ചിലരിൽ നിന്നെ കുടുക്കി കളഞ്ഞെങ്കിൽ, ചിലരിൽ നിന്നെ പരാജയപ്പെടുത്തി നീ ക്ഷീണിതനായി തീർന്നെങ്കിൽ, ഇന്ന് ഉയിര് നിന്റെ അകത്തേക്ക് മടക്കി നൽകുന്ന, അഭിഷേകം നിന്റെ അകത്തേക്ക് മടക്കി നൽകുന്ന ഒരു ശുശ്രൂഷയാണിത്. ഇത് നീ പങ്കാളിയാകുമ്പോൾ നിന്റെ അകത്തൊരു ജീവൻ
പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിച്ചിട്ടില്ലേ? ഹല്ലേലൂയ. തിരുമേശ ശുശ്രൂഷ എടുത്തു കഴിഞ്ഞുള്ള ഒരു ആരാധന വരുമ്പോൾ ഒരു ജീവനുള്ള പോലെ തോന്നിയിട്ടുണ്ടോ? ആദ്യത്തെ ആരാധന, ആദ്യം സ്റ്റാർട്ട് ചെയ്ത ആരാധന പോലാണോ? ഹല്ലേലൂയ. തിരുമേശ എടുത്തു കഴിഞ്ഞ് ആരാധിക്കുമ്പോൾ അകത്തൊരു പവർ വെളിപ്പെടുന്നത് കണ്ടിട്ടില്ലേ? ഒരു ശക്തി വെളിപ്പെടുന്നത് കണ്ടിട്ടില്ലേ? ഇതൊരു ഉയിരാണ്, ഇത് ജീവനാണ്, ഇത് പരിശുദ്ധാത്മാവിന്റെ ഒരു അഭിഷേകമാണ്. ക്ഷീണിച്ചിരിക്കുന്നവന് വേണ്ടി ദൈവം പകർന്നിരിക്കുന്ന ഒന്നാണ്. ഈ മനുഷ്യൻ ആരായിരുന്നു? ഒന്ന് താഴോട്ട് ചിന്തിച്ചേ. ദാവീദ് അവനോട് നീ ആരുടെയാ, എവിടുത്തുകാരൻ എന്ന് ചോദിച്ചതിന് അവൻ ഞാനൊരു മിസ്രൈമ്യ ബാല്യക്കാരൻ, അമാലേക്കിന്റെ വൃദ്ധൻ. എന്താ അവസ്ഥ? 3 ദിവസം മുമ്പേ ദീനം പിടിച്ചത് കൊണ്ട് ഒരു അമാലേക്കിന്റെ വൃദ്ധനാ. പക്ഷെ ഇവന് പ്രയോജനമില്ലെന്ന് കണ്ടപ്പോൾ, ഇവന് ദീനം പിടിച്ചിരിക്കുന്നത് കണ്ടപ്പോൾ അവന്റെ യജമാനൻ അവനെ അങ്ങ് ഉപേക്ഷിച്ചു. 3 ദിവസമായിട്ട് ഈ മനുഷ്യന് ദീനം പിടിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. ആരെങ്കിലും ഉപേക്ഷിക്കപ്പെട്ടവർ ഇതിനകത്തിരിപ്പുണ്ടോ? ആരെങ്കിലുമായി നിന്ദിക്കപ്പെട്ടവർ ഇതിനകത്തിരിപ്പുണ്ടോ? പരാജയപ്പെട്ടവർ ഇതിനകത്തിരിപ്പുണ്ടോ? നിന്നെ തിരിച്ചു പിടിക്കുന്ന ശുശ്രൂഷയാണിത്. ഹല്ലേലൂയ. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. നിന്റെ ശരീരത്തിൽ ഒരു രോഗമുണ്ടെങ്കിൽ, ഒരു അസ്വസ്ഥത ഉണ്ടെങ്കിൽ അത് മാറ്റി ഉയിര് തരുന്ന, ജീവൻ തരുന്ന ശുശ്രൂഷയിലേക്ക് അതേ കടന്നു ചെല്ലാൻ പോകുന്നത്. എത്ര പേർ വിശ്വസിക്കുന്നു? ഇത് പഴയ നിയമത്തിൽ ഒരു നിഴലാണ്. എല്ലാ നിഴലുകളും തൊടുവാൻ എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഒരു ഭാഗത്തേക്കൂടെ നമുക്ക് കടന്നു വരാം. പുറപ്പാട് പുസ്തകം 24-ാം അധ്യായത്തിന്റെ 6 മുതൽ ഉള്ള വാക്യങ്ങൾ. പുറപ്പാട് 24-ന്റെ 6 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. 24, 6 മുതൽ 11. മോശ രക്തത്തിൽ പാതിയെടുത്ത് പാത്രങ്ങളിൽ ഒഴിച്ചു, രക്തത്തിൽ പാതി യാഗപീഠത്തിന്മേൽ തളിച്ചു, വായിച്ചു. ദൈവപുസ്തകം വായിച്ചപ്പോൾ ജനം നിന്നെ വിളിക്കുകയാണ്, യഹോവ കൽപ്പിച്ചതൊക്കെയും ഞങ്ങൾ അനുസരിക്കാം. അതിനു മുമ്പ് കാളകളെ അർപ്പിച്ചിട്ട് മോശ രക്തത്തിൽ പാതിയെടുത്ത കാളയുടെ രക്തം. ഹല്ലേലൂയ. പഴയ നിയമത്തിലെ പാപ പരിഹാരം കാളയുടെ രക്തമായിരുന്നു. ആ കാളയുടെ രക്തമെടുത്ത് പാത്രങ്ങളിൽ ഒഴിച്ചു, യാഗപീഠത്തിന്മേൽ തളിച്ചു. അതിനുശേഷം അപ്പോൾ മോശ രക്തമെടുത്ത് ജനത്തിന്റെ മേലും തളിച്ചു. യാഗപീഠത്തിന്മേൽ കാളയുടെ രക്തമെടുത്ത് യാഗപീഠത്തിന്മേൽ തളിക്കുന്നു, ജനത്തിന്റെ മേൽ തളിച്ച് ജനത്തെ ശുദ്ധീകരിക്കുന്നു. ഈ സകല വചനങ്ങളും ഇത് ഒരു നിയമത്തിന്റെ രക്തമാകുന്നു. ഹല്ലേലൂയ. നിങ്ങളുടെ പാപങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് പ്രായശ്ചിത്തം നൽകുന്ന ഒരു പാപി മനസ്സാന്തരപ്പെടുവാൻ ആഗ്രഹിക്കുമ്പോൾ അവന്റെ സകല കുറ്റവും ഒരു മൃഗത്തിന്റെ മേൽ ചുമത്തി, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, അതിനെ ഹല്ലേലൂയ മരുഭൂമിയിലേക്ക് അയച്ചു കളഞ്ഞ് മറ്റൊരു മൃഗത്തിനടുത്ത് അതിനെ യാഗമാക്കി, ഹല്ലേലൂയ, അതിന്റെ രക്തം ഹല്ലേലൂയ ജനത്തിന്റെ മേൽ തളിച്ച്, ഹല്ലേലൂയ, പുതിയ നിയമത്തിന്റെ രക്തം ഈ വായിച്ചതാണ്. അപ്പോൾ മോശ രക്തമാണ് ജനത്തിൽ നിന്ന് തളിച്ചു, യഹോവ നിങ്ങളോട് ചെയ്തിരിക്കുന്ന നിയമത്തിന്റെ രക്തം. ദൈവവും മനുഷ്യനും തമ്മിൽ ഒരു ഉടമ്പടിക്ക് തയ്യാറാകുകയാണ്. ഹല്ലേലൂയ. നീ മരിക്കേണ്ട സ്ഥാനത്ത്, നീ തകരേണ്ട സ്ഥാനത്ത്, പാപം നിമിത്തം നീ ഇല്ലാതാകേണ്ട സ്ഥാനത്ത് നിനക്ക് വേണ്ടി മറ്റൊരു യാഗമൃഗം യാഗമായി തീർന്ന് അതിന്റെ രക്തമെടുത്തു നിന്റെ മേൽ തളിച്ച്, ഹല്ലേലൂയ, യാഗപീഠത്തിന്മേൽ തളിച്ച്, ജനത്തിന്റെ മേൽ തളിച്ച്, ഹല്ലേലൂയ, ദൈവം ഇസ്രായേൽ ജനത്തോട് ഒരു നിയമത്തിന്റെ രക്തത്തിന്റെ ഉടമ്പടി ചെയ്തു. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ മറ്റൊരു ഉടമ്പടി നമുക്ക് കാണാൻ കഴിയും. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 28-ാമത്തെ വാക്യം. മത്തായി സുവിശേഷം 26-28. ഇതനേകർക്ക് വേണ്ടി പാപമോചനത്തിനായുള്ള ചൊരിയുന്ന ഇത് പുതിയ നിയമത്തിന്റെ രക്തമാണ്. കാളകളുടെ രക്തത്തിനും ആട്ടുകൊറ്റന്മാരുടെ രക്തത്തിനും പരിഹാരം നൽകുവാൻ കഴിയാതിരിക്കുമ്പോൾ, ഹല്ലേലൂയ, തന്റെ സ്വന്തം ഓമന കുമാരൻ
എന്റെ ശരീരം മുറുക്കപ്പെടാൻ പോവുകയാണ്. ഗോതമ്പ് മണി നിലത്ത് വീണ് ചാടുന്നില്ലെങ്കിൽ അത് തനിയെ ഇരിക്കും. എന്നാൽ ഞാൻ ചത്തുവെങ്കിലോ വളരെ ഫലം കായ്ക്കും. അവൻ ചത്തത് കൊണ്ടുള്ള ഫലമാണ് ഇന്ന് അമർന്ന് ഇവിടെ ആരാധിക്കാൻ നമുക്ക് കഴിയുന്നത്. ഗോതമ്പ് മണി നിലത്ത് വീണ് ചാടാൻ അനുവദിക്കപ്പെട്ടത് കൊണ്ട് പിതാവേ കഴിയുമെങ്കിൽ ഈ ഭാരമാത്രം എങ്കിൽ നിന്ന് നീക്കണമേ എന്ന് പ്രാർത്ഥിച്ചതാണ്. എങ്കിലും എന്റെ ഇഷ്ടമല്ല പിതാവേ, നീ ലോകത്തെ സ്നേഹിച്ചതുകൊണ്ട്, നീ ലോകത്തിന് മറുപടിയായി എന്നെ അർപ്പിക്കുവാൻ തയ്യാറായതുകൊണ്ട് എന്റെ ഇഷ്ടത്തിന് എന്നെ വിട്ടുകൊടുക്കാതെ നിന്റെ ഇഷ്ടത്തിന് എന്നെ സമർപ്പിച്ച് ഈ ഹല്ലേലൂയ വിയർപ്പുതുള്ളികൾ ചോരത്തുള്ളികൾ പോലെയാക്കി പിതാവിനോട് അപേക്ഷിച്ച് കാൽവറിയുടെ വലവുകളിലേക്ക് ഇരുവള്ളന്മാരുടെ നടുവിലേക്ക് കടന്നു പോകുവാൻ അവൻ നമുക്ക് വേണ്ടി തയ്യാറായി. Praise the Lord. ഇത് പുതിയ നിയമത്തിന്റെ രക്തമാകുന്നു. Praise God. Hallelujah. ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായത്തിന്റെ 29 മുതൽ 31 വരെയുള്ള വാക്യങ്ങളിലൂടെ നമുക്കൊന്ന് വായിക്കാം. ഉൽപ്പത്തി 26-ന്റെ 29 മുതൽ 31. നിന്നെ സമാധാനത്തോടെ അയച്ചതുപോലെയും നീ ഞങ്ങളോട് ദോഷവും ചെയ്യുകയില്ല. ഇത് യാക്കോബും ലാബാനും തമ്മിലുള്ള ഒരു ഉടമ്പടിയാണ്. 26-ന്റെ 29. ഞങ്ങൾ നിന്നെ തൊട്ടിട്ടില്ലാത്തതുപോലെ നന്മ മാത്രം നിനക്ക് ചെയ്തതിനെ സമാധാനത്തോടെ അയച്ചതുപോലെ നീ ഞങ്ങളോട് ഒരു ദോഷം ചെയ്യില്ലെന്ന് ഇവിടെയും ഒരു ഉടമ്പടി കാണുകയാണ്. ഹല്ലേലൂയ. നീ യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഉടമ്പടി ചെയ്ത യാക്കോബും ലാബാനും അവിടെ വിട്ട് പെട്ടെന്ന് പോകുന്നില്ല. യാക്കോബിനോട് ലാബാൻ പറയുകയാണ്, നീ യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവൻ, ഞാനും നീയും തമ്മിൽ ഒരു ഉടമ്പടിക്ക് തയ്യാറാകുകയാണ്. ഉടമ്പടി ചെയ്തതിനു ശേഷം അവർ മടങ്ങിപ്പോകാതെ 30-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അവൻ അവർക്കൊരു വിരുന്നൊരുക്കി, അവർ ഭക്ഷിച്ച് പാനം ചെയ്തു. ഹല്ലേലൂയ. ഉടമ്പടിക്ക് ശേഷം ഒരു വിരുന്നുണ്ട്. ഉടമ്പടിക്ക് ശേഷം ഒരു അപ്പവും പാനപാത്രവും ഭക്ഷിക്കുന്ന അനുഭവമുണ്ട്. പഴയ നിയമത്തിൽ അവർ ഉടമ്പടിക്ക് തയ്യാറായെങ്കിൽ പുതിയ നിയമത്തിലെ ഉടമ്പടി ദൈവസഭയും കർത്താവും ചേർന്നുള്ള ഉടമ്പടിയാണ്. എന്താണ് ആ ഉടമ്പടി എന്നറിയാമോ? കർത്താവേ, ഞാൻ പഴയ സൃഷ്ടിയായിരുന്നു. ഹല്ലേലൂയ. പാപത്തിനും അതിന്റെ രാഗങ്ങൾക്കും അതിന്റെ മോഹങ്ങൾക്കും അതിന്റെ ഇഷ്ടങ്ങൾക്കും വേണ്ടി എന്റെ ശരീരത്തിനെയും മനസ്സിനെയും ഹല്ലേലൂയ ചിന്തകളെയും വിട്ടുകൊടുത്തൊരു കാലഘട്ടം. ഈ കാലഘട്ടത്തിന്റെ അധിപതിയെ അനുസരിച്ച് നടന്ന് പിശാചിന്റെ ഇഷ്ടങ്ങൾക്കും പദ്ധതികൾക്കും എന്നെ തന്നെ വിധേയപ്പെടുത്തി കൊടുത്ത് എന്റെ ശരീരത്തെ വിട്ടുകൊടുത്ത ഒരു കാലം എനിക്കുണ്ടായിരുന്നു. എന്നാൽ ഞാൻ ഉടമ്പടിക്ക് തയ്യാറായി. ഞാൻ മനസ്സിലാക്കി അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം എനിക്ക് എന്റെ പാപത്തിന് പരിഹാരമാണ്. ഞാൻ കർത്താവിനെ എന്റെ രക്ഷകനായി സ്വീകരിച്ചു. ഞാൻ അവനെ ജനത്തിൽ സാക്ഷീകരിച്ചു. എന്റെ പഴയ മനുഷ്യനെ ഞാൻ പ്രവൃത്തികളോടുകൂടെ ഉരിഞ്ഞു കളഞ്ഞു. ഞാനും ദൈവവും തമ്മിൽ പഴയ നിയമത്തിലെ ഉടമ്പടി പോലെ ഒരു ഉടമ്പടിക്ക് തയ്യാറായി. ഇതാ കർത്താവേ എന്റെ ശരീരം, ഇതാ കർത്താവേ എന്റെ മനസ്സ്, ഇതാ കർത്താവേ എന്റെ ചിന്തകൾ. ഇനി ഞാനല്ല എന്നിൽ വസിക്കുന്നത്, നീ തന്നെ എന്നിൽ വസിക്കുന്നത്. ഇനി ഞാൻ എനിക്കുള്ളവരല്ല. എന്റെ മനോമനുഷ്യൻ മരിച്ചു പോയിരിക്കുന്നു. എന്റെ പാപചിന്ത മരിച്ചു പോയിരിക്കുന്നു. എന്റെ പാപമനുഷ്യൻ മരിച്ചു പോയിരിക്കുന്നു. അവൻ ഹല്ലേലൂയ ജനമാകുന്ന കല്ലറയിൽ അടക്കപ്പെട്ടിരിക്കുന്നു. എനിക്ക് അവനെ വേണ്ട. ഇതാ ഉടമ്പടി. പുതിയ നിയമസഭ ദൈവത്തോട് ചേർന്ന് ചെയ്ത ഉടമ്പടി ഇതാണ്. എനിക്ക് എന്റെ ശരീരത്തിൽ വഹിക്കുന്ന പഴയ മനുഷ്യനെ വേണ്ട, എനിക്ക് പുതിയ മനുഷ്യനെ മതി. ഹല്ലേലൂയ.
ഇത് ജീവിക്കുന്നത് പുതുമനുഷ്യനാണ്. ഈ ശരീരത്തിൽ വ്യാപരിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ഈ ശരീരത്തിൽ ഏറ്റെടുക്കുന്നത് ദൈവശക്തിയാണ്. ഈ ശരീരത്തിൽ ഏറ്റെടുക്കുന്നത് ദൈവവചനമാണ്. ദൈവങ്ങളിലേക്ക് സമ്പൂർണമായി സമർപ്പിച്ചാട്ടെ. നീ യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ആകയാൽ നമ്മൾ തമ്മിൽ ഒരു ഉടമ്പടിക്ക് തയ്യാറാകുകയാണ്. Praise the Lord. ഇന്ന് രാത്രി യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടതുകൊണ്ടാണ് റാസൽ കൈമയിൽ പലരുണ്ടായിരുന്നിട്ട്, ലക്ഷങ്ങളുണ്ടായിരുന്നിട്ട് ഈ ആരാധനയ്ക്കകത്തവന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട് ഇന്ന് നിനക്ക് ആരാധിക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ആദ്യ ദിവസം കേട്ടതുപോലെ നീ അവനെ തെരഞ്ഞെടുത്തല്ല, അവൻ നിന്നെ തെരഞ്ഞെടുത്തതാണ്. നിന്നെ രാജകീയ പുരോഹിത വർഗമാക്കുവാൻ, നിന്നെ സുൽത്താവംശമാക്കുവാൻ, നിന്നെ സ്വന്തം ജനമാക്കി മാറ്റുവാൻ യേശു നിന്നെ തെരഞ്ഞെടുത്തതാണ്. ഉടമ്പടിക്ക് ശേഷം ഒരു വിരുന്നുണ്ട് സഹോദര. ഉടമ്പടിക്ക് ശേഷം ഒരു വിരുന്നുണ്ട്. ആ വിരുന്നിലേക്ക് നാം പ്രവേശിക്കാൻ പോവുകയാണ്. ആ വിരുന്നിൽ നീ പ്രവേശിച്ചാൽ ഒരു ലാഭാന്യ ശക്തികൾക്ക് നിന്നെ തൊടാൻ കഴിയത്തില്ല. നീ യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവരായി മാറും. ആ വിരുന്ന് കഴിഞ്ഞാൽ ഒരു ദുഷ്ടനും നിന്നെ തൊടുകയില്ല. യേശുവിനെ നിന്നെ സ്പർശിക്കാൻ കഴിയത്തില്ല. ദുഷ്ടവ്യാപാരങ്ങൾക്ക് നിന്നെ തൊടാൻ കഴിയത്തില്ല. ദുരാത്മാക്കൾക്ക് നിന്നെ തൊടാൻ കഴിയത്തില്ല. പാപത്തിന്റെ ശക്തിക്ക് നിന്നെ തൊടാൻ കഴിയത്തില്ല. സമയമില്ലല്ലോ. നമ്മെ തന്നെ ദൈവങ്ങളിലേക്ക് സമർപ്പിക്കാം. ഹല്ലേലൂയ. അനേകർ യേശു കർത്താവിനെ അറിയാതിരിക്കുമ്പോൾ, ഈ സത്യം ഗ്രഹിക്കാതിരിക്കുമ്പോൾ, മദ്യത്തിനും മയക്കുമരുന്നിനും ഹല്ലേലൂയ ജഡത്തിന്റെ സകല അഭിലാഷങ്ങൾക്കുമായി ഹല്ലേലൂയ കുത്തരിഞ്ഞ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഹല്ലേലൂയ രക്തം കൊടുത്ത് വിലക്ക് വാങ്ങി പുതിയ നിയമത്തിന്റെ ഉടമ്പടിയിൽ നിന്ന് ചേർത്ത് മണവാട്ടിയാകുന്ന ദൈവസഭയായി നിന്നെ മാറ്റി ഇനി മാനവേദത്തിൽ വെളിപ്പെട്ട് നിന്നെ ചേർത്ത് എടുക്കുവാൻ വരുന്ന ഒരു സർവശക്തനായ സമർപ്പിച്ചാണ് രാത്രി സമർപ്പിച്ചാണ്ട്. അപ്പാ എന്റെ ജീവിതത്തിൽ കുറവുകൾ സംഭവിച്ചു, പരാജയങ്ങൾ വന്നുപോയി. ഉടമ്പടി മറന്ന് ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. ഉടമ്പടി മറന്ന് ഞാൻ കണ്ടുകൊണ്ട് പാപം ചെയ്തു. ഉടമ്പടി മറന്ന് ഞാൻ ചിന്തകൾ കൊണ്ട് പാപം ചെയ്തു. ഉടമ്പടി മറന്ന് ഞാൻ കരങ്ങൾ കൊണ്ട് പാപം ചെയ്തു. ഉടമ്പടി മറന്ന് ഞാൻ പഴയ മനുഷ്യന്റെ പ്രവർത്തികൾ ചെയ്തു. അപ്പാ ഞാൻ മടങ്ങി വരുന്നു. വീണ്ടും രക്തത്താൽ കഴുകുക, വീണ്ടും രക്തത്താൽ കഴുകുക, വീണ്ടും വചനത്താൽ കഴുകുക, വീണ്ടും പരിശുദ്ധാത്മാവിനാൽ കഴുകുക. ഇപ്പോൾ നിങ്ങൾ കേട്ട വചനങ്ങൾ നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായി തീർന്നിരിക്കുന്നത് കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞെങ്കിൽ ഇന്ന് രാത്രി കേട്ട വചനം നമ്മെ ശുദ്ധീകരിക്കട്ടെ. ഇന്നലെ നമ്മെ ഇരുട്ടിലേക്ക് നടത്തിയ, പാപത്തിന്റെ ശക്തികളിലേക്ക് നടത്തിയ, പരാജയങ്ങളിലേക്ക് നടത്തിയ ദുഷ്ടവ്യാപാരങ്ങൾ ഇന്ന് രാത്രി അറിയട്ടെ. ശുദ്ധീകരിക്കണമേ അപ്പാ. എന്റെ കണ്ണുകളെ ശുദ്ധീകരിക്കണമേ അപ്പാ. എന്റെ ആദരത്തെ ശുദ്ധീകരിക്കണമേ. എന്റെ ആദരത്തെ അഭിഷേകം കൊണ്ട് നിറയ്ക്കണമേ. എന്റെ ശരീരത്തെ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ. എന്റെ ഹൃദയത്തിൽ സംശയങ്ങൾ മാറട്ടെ. എന്റെ ഹൃദയത്തിലെ അവിശ്വാസങ്ങൾ മാറട്ടെ. എന്റെ ഹൃദയത്തിലെ നിരാശകൾ മാറട്ടെ. വിശ്വാസത്താൽ നിറയ്ക്കണമേ. ദൈവങ്ങളിലേക്ക് സമർപ്പിച്ച് നാം ഈ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുവാൻ പോകുന്നു.